ഹായ്, ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനൊന്ന് പിള്ളേർ കൊണ്ടുവരെ ഒന്ന് പോവാം. നമ്മുടെ വണ്ടിക്ക് കുറച്ച് കൂളിംഗ് അടിക്കാൻ വേണ്ടി വണ്ടി കാണിച്ചു തരാം. ഇന്ന് മഴയൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇതായിട്ട് എൻ്റെ വീട് വളരെ കൊണ്ട് സ്റ്റിക്കറുകളെ എത്തിയിട്ട് കാണാം. ഇതാ നമ്മളെ വണ്ടിക്ക് സൈഡ് ഗ്ലാസ്, ഇതുപോലെ ബാക്ക് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ. ബാക്ക് ഗ്ലാസ്സിനൊക്കെ കൂളിംഗ് അടിക്കണം. കൂളിംഗ് അടിച്ചിട്ട് മറ്റേ ഗവൺമെൻറ് പറയുന്ന 50% ട്രാൻസ്പെറൻ്റ് ആയ ഇതുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് കടച്ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങിപ്പോണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് വെള്ളരിക്കുണ്ടെന്ന് പറയുന്ന സ്ഥലം. ഒരു 2 കിലോമീറ്റർ പോയാൽ മതി. ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള പോക്കറ്റ് റോഡാണ്. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള കടയാണ്, പിന്നോട്ടിൻ്റെ കട. നല്ല മഴയായിരുന്നു 2 ദിവസമായിട്ട്. ഇപ്പോൾ ലേശം മഴയ്ക്ക് കുറവാണ്. കുറേ സ്ഥലത്തൊക്കെ മഴയുടെ ഭയങ്കര കെടുതികളൊക്കെ ഉണ്ടെന്ന് വാർത്തയിൽ കണ്ടു. നല്ല വ്യൂസ് അല്ലേ. നമ്മുടെ AKG നഗർ ഇവിടെ ഒരു 35 അമ്പലമുണ്ട്. മഴ പെയ്ത് റോഡെല്ലാം കട്ടറായി. നമ്മൾ വെള്ളരിക്കൊണ്ട് തെക്കേ ബസാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ നമ്മളെ വെള്ളരിക്കൊണ്ട് സ്റ്റിക്കർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. സ്പീഡ് 1 എന്ന് പറയുന്ന നമ്മുടെ മനോട്ടം മുങ്ങിയ സ്റ്റിക്കർ അടിച്ചിരുന്നു. നമ്മൾ അടിക്കാൻ പോകുന്ന സ്റ്റിക്കർ ഇതാണ്. സോളാർ ലൈറ്റിൻ്റെ മറ്റേ IEC മറ്റേ ഗവൺമെൻറ് പറയുന്ന 50% കൂളിങ് ഒറിജിനൽ സാധനം ഉണ്ടോ. വിസിബിലിറ്റി 60% ഉണ്ട്. നമ്മുടെ സ്റ്റിക്കറുടെ ഇതാണ്. ഇവിടെ അടുത്ത് തന്നെ ഇത് ഇപ്പോൾ കട തുറന്നിട്ടില്ല. ഇതിവിടെ ബാറ്ററി സർവീസിങ്, വണ്ടിയുടെ ഇലക്ട്രിക്കൽ പണിയൊക്കെ എടുക്കുന്ന ഷോപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പെയിൻറ്റിങ് നമ്മുടെ ബ്രോ ആശംസിൻ്റെ ഒരു കടയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വണ്ടി വാഷ് ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും സ്റ്റിക്കർ വർക്കോ പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ട്, അവിടെ നിന്ന് വാഷ് ചെയ്ത് നേരെ ഇവിടെ കയറ്റിയാൽ സ്റ്റിക്കർ ഇലക്ട്രിക്കൽ വർക്കെല്ലാം ഇവിടെ തന്നെ ചെയ്യാം. ഇത് വരുന്ന വെള്ളരിക്കുണ്ട് കക്കയത്ത് അമ്പലം. നമ്മൾ സ്റ്റിക്കർ വർക്ക് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പുറത്ത് വെച്ചിൻ്റെ അളവ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് സെറ്റപ്പ് ആക്കും.
ഇപ്പോൾ സ്റ്റിക്കർ പുറമെ ഒട്ടിച്ചിട്ട് കൊണ്ട് ചില്ലിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഉള്ളിലൊട്ടിക്കും. ഇനിയിപ്പോൾ അത് രണ്ടെത്തി ചൂടാക്കി ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗം ഒട്ടിച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 സൈഡും കൂടെ, അതായത് 4 ഡോറും കൂടെ ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ സൈഡ് ഗ്ലാസിൻ്റെ വർക്കാണ്. സൈഡ് ഗ്ലാസിൻ്റെ സ്റ്റിക്കർ ഇനിയിപ്പം അതിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്തതിൻ്റെ പുറത്തൊട്ടിച്ച് അതിൻ്റെ ഷേപ്പിൽ ഹീറ്റ് ചെയ്ത് ആക്കിയതിന് ശേഷം ഉള്ളിലേക്ക് കയറ്റിട്ടിരിക്കും. ബാക്കി ഡിക്കിയുടെ പണിയായിരുന്നു. ഡിക്കിയുടെ ഗ്ലാസിൻ്റെ ഒട്ടിച്ച് അല്ല, ഇത് 50% ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിന് കൂളിംഗ് ഒട്ടിക്കാനായിട്ടുള്ള റെഡിയാണ്. ഫ്രണ്ട് ഡോർ ആദ്യം ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒട്ടിക്കും. ഇങ്ങോട്ട് വെള്ളരിക്കുണ്ട്. ഇത് വെള്ളരിക്കുണ്ട് ഭീമണ്ടി റോഡാണ്. ഇതിപ്പോൾ തെക്കേ വസ്താരം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇങ്ങോട്ട് വെള്ളരിക്കുണ്ട് ഭീമണ്ടി റോഡാണ്. ഇങ്ങോട്ട് ഭീമനടി, ഇത് നേരെ ഭീമനടിക്ക് പോകുന്നു. ഇത് വെള്ളരിക്കുണ്ടിലെ പണ്ടത്തെ ഒരു തിയേറ്ററായിരുന്നു, കാസിനോ എന്ന് പറയുന്നത്. കാസിനോ തിയേറ്റർ അത് കുറച്ച് കാലം മുമ്പ് വരെ പിന്നെ ഓഡിറ്റോറാക്കി. ഇപ്പോൾ അത് വേറൊരു ടീം ഏറ്റെടുത്ത് നവീകരിച്ച് നല്ല അടിപൊളിയാണ്. വലിയ സെറ്റപ്പല്ല, എന്നാലും മീഡിയ റേഞ്ചിൽ സെറ്റാക്കിയിട്ടുണ്ട് ഓഡിറ്റോറിയം. തോന്നിട്ടുണ്ട്. വണ്ടിയുടെ ബാക്ക് ക്ലാസ്സിന് ഒരു മൊബൈൽ നമ്പർ കൂടെ എഴുതിയിട്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും വണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി മാറ്റണം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഒന്ന് വിളിക്കണമെങ്കിൽ നമ്മളെ വിളിക്കാമല്ലോ. പിന്നെ സന്ധ്യ കേട്ടോ, അമ്പലത്തിൽ വിളക്ക് വെച്ച് പൂജയുടെ സമയമായി. ഒക്കെ അമ്പലം ഇപ്പോൾ നമ്മൾ 4 സൈഡും 3 സൈഡും 4 ഡോറും ഡിക്കിയും കൂളിംഗ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആണ്, പുള്ളി കാണാൻ സുഖമായിട്ട്.
വീട്ടിൽ മാത്രം പോലെ നമ്മുടെ സ്റ്റിക്കർ അടിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ താങ്കളുടെ പേരും നിങ്ങളുടെ പേരും മൊബൈൽ നമ്പർ ലിങ്കാണ് എടുത്തിരിക്കുന്നത്. മാറ്റി പേരിൽ ആൾക്കാരുടെ പേരൊന്നും ആവശ്യമില്ല. ഈ പേരാണോ അതൊക്കെ വണ്ടിയല്ലേ ആ ഇഞ്ചി നമ്മളുടെ മകളുടെ പേര് കൊടുത്ത് താഴെ നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ട് പാലൻ ബ്ലോഗ്സ്. അതെ, റൈറ്റ് സൈഡിൽ മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലെ ടോപ്പും കൂളിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൈസ സെറ്റ് ചെയ്ത് നേരെ വീട്ടിലേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കൂളിങ് സ്റ്റിക്കറും ഇതാണ് നമ്മുടെ ദേശത്തിൻ്റെ അമ്പലം, ഞങ്ങളുടെ അമ്പലം. അപ്പോൾ ഇതിൻ്റെ അപ്പുറമാണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് ആക്കട. അപ്പോൾ ഈ അമ്പലങ്ങളൊന്ന് കാണിച്ചിടാന്ന് ചോദിച്ചു. രാവിലെ കുളിച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ കയറുന്നുണ്ട്. കുറച്ച് പച്ചക്കറി വാങ്ങാനുണ്ടായിരുന്നു. ഇതൊന്നും പച്ചക്കറിയും വാങ്ങി ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകും. നമ്മുടെ പിള്ളേർക്കുള്ള ഉണ്ണിയശിക വെജിറ്റബിൾസ്. ഇവിടെയാണ് ഞാൻ പച്ചക്കറി വാങ്ങിയത്. നേരെ വീട്ടിലോട്ട്. അപ്പം സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് പച്ചക്കറി വാങ്ങി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്റ്റിക്കർ കട ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചു വരുത്തിച്ചാണ്. പരിചയമുള്ള ആളായതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമായതുകൊണ്ട് നമുക്ക് ഒന്ന് ചെയ്ത് തന്നു.